മധ്യകേരളത്തിലെ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റും ഭരണരംഗത്ത് കഴിവും കരുത്തും ഒക്കെ തെളിയിച്ച അഴിമതിരാഹിത്യത്തിൻ്റെ ഒരു പ്രതിരൂപമായി കരുതുന്ന ജി സുധാകരൻ സഖാവ് അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. മത്സരിക്കുന്നത് പൂർണ്ണമായും സ്വതന്ത്രനായിട്ടായിരിക്കുമെന്നും താൻ ഒരു മുന്നണിയുടെയും പിന്തുണ തേടിയിട്ടില്ലെന്നും കോൺഗ്രസിൻ്റെ പിന്തുണയെ സംബന്ധിച്ച് തനിക്കാരും എഴുതി തന്നിട്ടില്ലെന്നും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ചിത്രം വളരെ വ്യക്തമാണ്. അദ്ദേഹമായിരിക്കും നിലവിലുള്ള സലാം എന്ന CPIM MLA-ക്കെതിരെ അമ്പലപ്പുഴയിൽ മത്സരിക്കുക. അദ്ദേഹം മത്സരിക്കാനിറങ്ങുമ്പോൾ ഏതാണ്ട് ഒരു 1/4 നൂറ്റാണ്ടിനപ്പുറത്തെ കരുത്തുറ്റ ഇടപെടലുകളുടെ പാരമ്പര്യവും ഈ ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ, അതെങ്കിൽ മധ്യകേരളത്തിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ മുൻ തലമുറ കഴിഞ്ഞാൽ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന തലമുറയിലെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവ് കൂടിയാണ് അദ്ദേഹം. ഒരു കാലത്ത് അദ്ദേഹം VS-ൻ്റെ പക്ഷത്തായിരുന്നുവെങ്കിൽ പിന്നീട് പിണറായി പക്ഷത്തെ അടിയുറച്ച നേതാവാകുകയും, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സംഘടനാ തെരഞ്ഞെടുപ്പുകളുടെ കാലത്ത് തലയിലൊരു തോർത്തും ചുറ്റി സ്കൂട്ടറുകളുടെ പുറകിൽ ഇടവഴികളിലൂടെ സഞ്ചരിക്കുന്ന ജി സുധാകരനെ അവിടെ എല്ലാവർക്കും പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റേതായ ചില ധാർഷ്ട്യം നിറഞ്ഞ നിലപാടുകൾ എന്ന് അടയാളപ്പെടുത്തുന്ന അല്ലെങ്കിൽ ചില സവിശേഷമായ പെരുമാറ്റ രീതികൾക്കപ്പുറത്ത് എല്ലാ തന്ത്രങ്ങളും പണികളും മറുപണികളും വളരെ ഭംഗിയായി അഭ്യസിച്ചിട്ടുള്ള, ഗ്രൗണ്ട് അറിയാവുന്ന, ഉദ്ദേശിക്കുന്നവരെ മറിക്കുകയും മാറ്റുകയും ഒക്കെ ചെയ്യുന്ന രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഒരു ജീവിച്ചിരിക്കുന്ന നേതാവ് കൂടിയാണ് സാക്ഷാൽ ജി സുധാകരൻ. അദ്ദേഹത്തിന് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ അദ്ദേഹം ആവശ്യപ്പെടാതെ തന്നെ നൽകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട്. എന്നാൽ പലപ്പോഴും ഈ കണക്കെടുപ്പിലും വീതം വെപ്പിലുമൊക്കെ വരുമ്പോൾ കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ ഒരു അതീശത്വം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഏതാണ്ട് സമാനമായ രീതിയിൽ അതിനേക്കാൾ കരുത്തോടെയുള്ള വിജയം കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഉണ്ടായാൽ പോലും ആ ജില്ലകളിലുള്ളവരെ കണ്ണൂർ നേതാക്കൾ അംഗീകരിക്കാൻ അത്ര താല്പര്യം കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി പദവികൾ പലതും അദ്ദേഹം ആഗ്രഹിച്ചതുപോലെയോ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അദ്ദേഹം കരുതുന്ന അദ്ദേഹത്തിൻ്റെ സംഭാവനകൾക്ക് തുല്യമായോ അദ്ദേഹത്തിന് ലഭിച്ചിട്ടേയില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പരിഭവം. അതിനുശേഷം സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി, ഒരു കത്തിക്കയറിയ മന്ത്രിയായി, ഒരുപക്ഷെ ആദ്യമായി പൊതുമരാമത്ത് വകുപ്പിൽ അഴിമതിയുടെ യാതൊരു വിധമായ ആരോപണങ്ങളും ഉണ്ടാവാതെ വളരെ കരുത്തോടെ നയിച്ച ഒരാൾ ഒന്നാം പിണറായി സർക്കാരിൽ വളരെ നല്ല മന്ത്രിയായിരുന്ന ഒരാൾ രണ്ടാം പിണറായി സർക്കാരിൽ ഒരു എക്സംഷൻ അഥവാ തുടർച്ച അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. പിണറായിയെപ്പോലെ ഒരാളാണെന്നൊക്കെ പറഞ്ഞ് പാർട്ടി നൽകും എന്നാണ് പ്രതീക്ഷിച്ചത്. എല്ലാവരെയും മാറ്റുമെന്നറിഞ്ഞപ്പോഴും വളരെ പരിഭ്രാന്തരായി പലരെയും വിളിച്ച തോമസ് ഐസക് സാറിനെ കുറിച്ചും, അതുപോലെ തന്നെ ആരെയും വിളിച്ചില്ലെങ്കിലും തനിക്ക് നൽകാതെ ഇത് മുന്നോട്ട് പോകില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന സുധാകരൻ സഖാവിനെയും ഒക്കെ എല്ലാവർക്കും അറിയാം. സുധാകരൻ സഖാവ് അന്ന് പ്രതീക്ഷിച്ചത് ആലപ്പുഴ ജില്ലയിലെ പാർട്ടി ഒറ്റക്കെട്ടായി സുധാകരൻ സഖാവിനെ തന്നെ വേണം എന്ന നിലപാട് എടുക്കുമെന്നൊക്കെയാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. കാരണം പിന്നീട് ഈ ജില്ലാ നേതൃത്വത്തിലേക്ക് വന്ന സജി ചെറിയാനെയും നാസറിനെയും സലാമിനെയും ഒക്കെ അടങ്ങുന്ന ആ ഒരു വലിയ നിരയെ മുഴുവൻ, നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഈ ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വനമാണെങ്കിൽ അതിലെ സിംഹരാജാവായിരുന്നു സുധാകരൻ എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെയായിരുന്നു വാണിരുന്നത്. പക്ഷേ മുകളിലുള്ള പിടുത്തം വിട്ടു എന്നറിയുകയും ആ ഗ്യാപ്പുകളിലൂടെ ഓപ്പറേഷൻ വിദഗ്ധനായ സജി ചെറിയാൻ സാറ് ഇടിച്ചു കയറുകയും ചെയ്തതോടുകൂടി ക്രമേണ സുധാകരൻ സാറിൻ്റെ പിടുത്തം വിടുന്നതും അദ്ദേഹത്തിന് വേണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കാതെ ആലപ്പുഴ ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ച കഴിഞ്ഞ വർഷം മുന്നോട്ട് പോയപ്പോൾ താനില്ലെങ്കിൽ എന്നാൽ പിന്നെ ഇത് എന്നുള്ള രീതിയിൽ വെറുതെ നിർദ്ദേശിച്ച പേരുകളിലൊന്നായിരുന്നു സഖാവ് സലാമിൻ്റേത്. പക്ഷേ ആ പേര് കാണുമ്പോൾ അല്ലല്ലല്ല അത് സുധാകരൻ തന്നെ മതി എന്ന് പറയും എന്ന് പ്രതീക്ഷിച്ചെങ്കിൽ അദ്ദേഹം പറഞ്ഞ ആളെന്നുള്ള നിലയിൽ സലാമിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കുകയും അന്നത്തെ ട്രെൻഡിൽ അദ്ദേഹം ജയിച്ച് അങ്ങ് കയറുകയും ചെയ്തു. എന്നാലും തനിക്ക് ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ടെന്നും ഇത്തവണയെങ്കിലും പ്രതീക്ഷിച്ചു അദ്ദേഹം. പക്ഷേ പലർക്കും എക്സംഷൻ നൽകിയപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന ഭാര്യയും മക്കളും അല്ലെങ്കിൽ അവിടെ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ആരും ചോദ്യം ചെയ്യപ്പെടാത്തതുപോലെ ഇവിടെയും അങ്ങ് ചോദ്യം ചെയ്യാതെ തീരുമാനിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്
സുധാകരൻ സഖാവ് മത്സരിക്കാനിറങ്ങുന്നത്. അദ്ദേഹം ഇപ്പോൾ വളരെ പരിപൂർണ സ്വതന്ത്രൻ എന്നൊക്കെ പറയുന്നെങ്കിലും ആ പരിപൂർണ സ്വാതന്ത്ര്യമൊക്കെ ആദ്യ പ്രഖ്യാപനത്തിൻ്റെ നിഴലിൽ മാത്രം കണ്ടാൽ മതിയാവുന്നതാണ്. അദ്ദേഹം UDF സ്വതന്ത്രനായി തന്നെയായിരിക്കും അവിടെ മത്സരിക്കുക. അങ്ങനെ പേര് പറഞ്ഞില്ലെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്താതെ അദ്ദേഹത്തിന് വേണ്ട പിന്തുണ നൽകും. സ്വന്തമായി വാട്സപ്പ് ഗ്രൂപ്പും അണികളും ആളും അർത്ഥവും എല്ലാ കളികളും അറിയാവുന്ന സുധാകരൻ സാറിനോടൊപ്പം UDF വോട്ടുകൾ കൂടി ചേർന്നാൽ അദ്ദേഹത്തിൻ്റെ വിജയം സുനിശ്ചിതമാവുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആ ചലനം ആ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്താകെയും ഒരു ക്യാമ്പയിൻ ആകുമെന്നുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം രാത്രി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എല്ലാവരും കൂടി കൂട്ടായി ചെന്ന് സുധാകരൻ സഖാവിനെ കണ്ടതും പിണറായി വിജയൻ സഖാവ് വിളിച്ചു എന്ന വാർത്തയൊക്കെ കേൾക്കുന്നത്. ഏതായാലും ഇത്തവണത്തെ ഇലക്ഷനിലെ ഏറ്റവും വലിയ ട്വിസ്റ്റും സുധാകരൻ സാറിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയായിരിക്കും.